ഇസ്രയേൽ ഒരു രീതിയിലും വെടിനിർത്തൽ ലംഘനവുമായി മുന്നോട്ട് പോകാത്ത പക്ഷം അവർ നടത്തി വരുന്ന വംശഹത്യാ നടപടിയെ അങ്ങേയറ്റം ശക്തമായി എതിർക്കാൻ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ഇറാന്റെ ആഹ്വാനത്തിന് വീണ്ടും പരിപൂർണ സമ്മതവുമായി ഈജിപ്തും ഖത്തറും എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഖത്തറിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം, അതിനുശേഷം നടത്തിയ പരസ്യമായ മാപ്പ് പറച്ചിൽ, ഇതൊക്കെ വെറും മുതലക്കണ്ണീർ മാത്രമാണ് എന്ന് ഇറാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞതാണ്. ഖത്തർ അന്ന് വിശ്വസിച്ചില്ല. ഖത്തർ പറഞ്ഞു അങ്ങനെയല്ല, അവർ ആത്മാർത്ഥമായാണ് ഖേദം പ്രകടിപ്പിച്ചത് എന്ന് വിശ്വസിച്ചു. പക്ഷെ ഇപ്പോൾ ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്ന ചില പദ്ധതികൾ അമേരിക്കയുടെ പല വിധത്തിലുള്ള കരാറുകളെയും അംഗീകരിക്കാതെ ഇസ്രയേൽ നടത്തുന്ന ശ്രമങ്ങൾ എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്. ഇതിനകത്ത് അമേരിക്ക ഡബിൾ സ്റ്റാൻഡ് എടുക്കുകയാണോ എന്നത് സംശയമുണ്ട് എന്നാണ് ആയത്തുള്ള അലി ഖമനി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളോട് അമേരിക്ക എക്കാലവും ഭീകരവാദികളാണ് അവർ എന്ന മനോഭാവമാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് ഉൾപ്പെടുത്തുകയും എന്നാൽ പാകിസ്ഥാന്റെ അസിം മുനീറിനെ തങ്ങളുടെ സുഹൃത്തായി കാണുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് നയത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നത് കൂടി ആയത്തുള്ള അലി ഖമനി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, സമാധാന കരാർ എന്ന രീതിയിലേക്ക് ഈജിപ്തിൽ വെച്ചാണ് ഉടമ്പടിയിലേക്ക് വന്നത്. എന്നാൽ അതേ ഈജിപ്റ്റ് തന്നെ പറയുന്നു, ഞങ്ങൾ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം നെതന്യാഹുവിൻ്റെ ഭരണം എന്നത് ഒരു രീതിയിലും ഫലസ്തീനെ സമാധാനം കാക്ഷിക്കാൻ സമ്മതിക്കില്ല. ഫലസ്തീനിൽ സമാധാനം പുലരരുത്, അവിടെയുള്ള ഒരു കുഞ്ഞും സുരക്ഷിതരാകരുത് എന്നതാണ് യുദ്ധവെറിയന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പൈശാചിക മനസ്സാണ് അയാളുടേത് എന്നുള്ളത് ഖമനി വീണ്ടും വീണ്ടും ആവർത്തിച്ച് അറബ് രാജ്യങ്ങളോട് പറഞ്ഞതാണ്. ഖമനിയുടെ വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കാത്തത് വലിയ അബദ്ധമായി പോയി എന്ന് സൗദിയും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അറബ് രാജ്യങ്ങളുടെ വീണ്ടും ഒരു ലീഗ് വരുമ്പോൾ തീർച്ചയായും ഇറാൻ ഡബിൾ സ്ട്രോങ് ആകും. നമുക്കറിയാം, ഇറാന് റഷ്യ നൽകി വരുന്ന പിന്തുണ എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വണ്ണം വലിയ തോതിലുള്ള കരുത്തും ആവേശവുമാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യം, അതായത് ഇസ്രയേൽ ഏതറ്റം വരെയും അവരുടെ യുദ്ധവെറിക്കും വംശഹത്യാ നിലപാടിനും വേണ്ടി നിലകൊള്ളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറബ് രാജ്യങ്ങൾ എടുത്തിരിക്കുന്ന ഈ കരുതൽ, അവർ ഇറാനോടൊപ്പം അണിനിരക്കാനും വേണ്ടി വന്നാൽ ആയുധമെടുത്ത് പോരാടാനും തീരുമാനിച്ചിരിക്കുന്ന ഈ സാഹചര്യം, അത് ഖമനേയിക്കും ഭരണകൂടത്തിന് കൊടുക്കുന്ന ധൈര്യം ചെറുതല്ല. ഏത് നിമിഷവും ആ 12 ദിവസത്തെ യുദ്ധം അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്ക് ആക്രമണത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിലാണ് ഇറാൻ ചില ഡ്രോൺ പരീക്ഷണങ്ങൾ ഇപ്പോൾ നടത്തി വരുന്നത്. ഇറാൻ നൽകിയ ഷഹീദ് ഡ്രോണുകളൊക്കെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഉപകാരപ്പെട്ടതുപോലെ തന്നെ ഇറാന് കൂടുതൽ സാങ്കേതിക സഹായം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. റഷ്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളും ഇറാനെ പിന്തുണയ്ക്കും. പ്രത്യേകിച്ചും ചൈന ഉൾപ്പെടെയുള്ളവർ ഇറാനെ പിന്തുണയ്ക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇറാൻ പാകിസ്ഥാനും എതിരായി കഴിഞ്ഞിരിക്കുകയാണ്. തുർക്കി മുൻകാല നിലപാടുകൾ മാറ്റിയിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്.